നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ ശർക്കര ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കും, പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഈ ശർക്കര ചേർത്തിട്ടുണ്ടാക്കുന്ന വട്ടയപ്പാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. ഒരു 3 ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾ ഉപ്പും മധുരവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകുന്നതിൻ്റെ ആവശ്യത്തിലുള്ള ഉപ്പ് മതി കേട്ടോ. ഒത്തിരി ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഞാനൊരു കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തു. ന്യൂ പ്രീമിയറിൻ്റെ വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ലതാണ് കേട്ടോ അത്. ഉപ്പൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ചും അരിപ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കപ്പ് കാച്ചുന്നതിന് വേണ്ടിയിട്ടാണ്. വട്ടയപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് ഈ കപ്പ് കാച്ചി ചേർത്താൽ നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഈ അരിപ്പൊടി ഒന്ന് അടിയിച്ചെടുക്കണം ആദ്യമേ തന്നെ. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ട് ഇച്ചിരി നീണ്ടിരിക്കണം, ഒത്തിരി അങ്ങോട്ട് തിക്കായി പോകല്. ഇതുപോലെ നല്ല വെള്ളം പോലെ ഇരിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറുക്കിയെടുക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ കുറുകി വരാൻ തുടങ്ങും. അതിനുശേഷം കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. നന്നായിട്ടൊന്ന് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ ഇങ്ങനെ വിട്ട് തന്നെ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണേ. ഒത്തിരി സമയം ഇട്ട് കുറുക്കി അത് വല്ലാണ്ട് കട്ടിയായി പോയി കഴിഞ്ഞാൽ ഈ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അത്രയും സോഫ്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാകും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു സമയം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 1.5 കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. അത് സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊങ്ങാൻ വേണ്ടി വെച്ചാണ്. ആ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് അതും നമ്മൾ കപ്പ് കാച്ചി വെച്ചിരിക്കുന്നത് തണുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിനും കൂടുതൽ വെള്ളം ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ശർക്കര ഇതുപോലെ ഉരുക്കി അരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എന്തോരാണ് നമുക്ക് കൺസിസ്റ്റൻസി വേണ്ട അതനുസരിച്ച് മധുരം എന്തോരാണ് വേണ്ട അതനുസരിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒത്തിരി മധുരം കുറവാന്ന് തോന്നുവാണെങ്കിൽ നന്നായിട്ട് കുറുക്കിയെടുത്ത ശർക്കരപ്പാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ച് വെക്കണം. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവാണ് കേട്ടോ. ഇതൊന്ന് മൂടി വെക്കാം. അത് ഓരോ സ്ഥലത്തെയും ഇതനുസരിച്ച് ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വന്നാൽ മാത്രമാണ് കേട്ടോ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇത് നമുക്കൊന്ന് ഇളക്കി വെക്കാം. പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചുടുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ കുറച്ച് ഏലക്ക പൊടിച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഞാൻ ഇതുപോലെ ഇഡ്ഡലിത്തട്ടിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം പിള്ളേർക്കൊക്കെ ഇതുപോലെ സ്കൂളിൽ കൊടുത്തുവിടാൻ അതിൽ കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി ഡെക്കറേറ്റൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്രിസ്മസും ഇതുപോലെ കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുമ്മാ പാത്രത്തിൽ കോരി ഒഴിച്ച് നമുക്കിതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി കപ്പ് കാച്ചാനായിട്ട് അറിയത്തില്ലെങ്കിൽ കുറച്ച് ചോറ് അരച്ച് ചേർത്താലും മതി കേട്ടോ. നിങ്ങൾ ഇതുപോലെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ടില്ല, ഒന്ന് ഉണ്ടാക്കി നോക്കണേ.